2026 ജനുവരി 26 നമ്മളുടെ രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണല്ലോ. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലകൊള്ളുക എന്ന ആശയമാണ് മഹത്തായ ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിക്കുന്നത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അടിസ്ഥാനപ്പെട്ട് രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളും ബഹുസ്വരതയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ജനാധിപത്യ സംവിധാനം സമ്മോഹനമാകും. രാജ്യപുരോഗതിക്കായും സമൂഹത്തിൽ സമാധാനപൂർണമായ സ്ഥിതിക്കായും ആത്മസമർപ്പണത്തോടെ മുന്നേറുവാൻ നമുക്കാകണം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ത്യാഗോജ്വല സേവനം നിർവഹിച്ചവരെയും മഹത്തായ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ എല്ലാ മഹത്തുക്കളെയും ഈ സുദിനത്തിൽ അനുസ്മരിക്കുകയും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനും രാജ്യത്തിൻ്റെ സർവ്വവിധമായ അഭിവൃദ്ധിക്കും വികസനത്തിനും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇന്ന് ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസങ്ങളുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾ അക്രമത്തിനും വിവേചനത്തിനും ഇരയാകുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നു. ഭരണഘടനയെ കാത്തുസൂക്ഷിക്കുക ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമായി മാറുന്നു. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഭയമില്ലാതെ സത്യം സംസാരിക്കാൻ, സഹവർത്തിത്വത്തിൻ്റെ സംസ്കാരം വളർത്തുവാൻ നമുക്ക് വീണ്ടും പ്രതിജ്ഞ എടുക്കാം. ഭരണഘടന വെറും രേഖയല്ല, അത് ജീവിക്കപ്പെടേണ്ട മൂല്യങ്ങളാണ്. അവ സംരക്ഷിക്കുമ്പോഴാണ് നമ്മളുടെ റിപ്പബ്ലിക് ശക്തമാകുന്നത്. എല്ലാവർക്കും നന്മ വരുന്ന നിലയിൽ യഥാർത്ഥ രാജ്യസ്നേഹികളായി രാജ്യ പുരോഗതിക്കായി പ്രവർത്തിക്കുവാൻ നമുക്ക് പുനരർപ്പണം ചെയ്യാം. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. ജയ് ഹിന്ദ്.